നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാനിന്ന് നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ മേലാങ്കോട്, കുമാരകോവിലിന് സമീപമുള്ള മേലാങ്കോട് എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ചുറ്റുവട്ടത്തിനുള്ളിൽ 3 ക്ഷേത്രമാണുള്ളത്. ശിവാലയ ഓട്ടത്തിലെ 8ാമത് ശിവക്ഷേത്രമാണ് ഇവിടെയുള്ളത്. അതോടൊപ്പം തന്നെ മേലാങ്കോട് ദേവീക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്നത് ചേട്ടത്തി ഇസക്കിയമ്മൻ ക്ഷേത്രവും എൻ്റെ പുറകിൽ കാണുന്നത് തങ്കച്ചി ഇസക്കിയമ്മൻ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഈ വീഡിയോയിലൂടെ പറയാം. കാഴ്ചകളിലെടുക്കുക. കന്യാകുമാരി ജില്ലയിലെ മേലാങ്കോട് പച്ചപ്പാർന്ന വയലുകളും മലനിരകളും നിറഞ്ഞ ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന 3 ആരാധനാ കേന്ദ്രങ്ങൾ: മേലാങ്കോട് ശിവക്ഷേത്രം, ചേച്ചി ക്ഷേത്രം, തങ്കച്ചി ക്ഷേത്രം. ഒരു ശിവക്ഷേത്രത്തിനൊപ്പം ചേച്ചിയുടെയും തങ്കച്ചിയുടെയും ക്ഷേത്രങ്ങൾ കൂടി നിലകൊള്ളുന്ന ഈ പ്രദേശത്തിനു പിന്നിൽ ചരിത്രവും വിശ്വാസവും ഒട്ടേറെ ഐതിഹ്യങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. കന്യാകുമാരി ജില്ലയിലെ പ്രസിദ്ധമായ 12 ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള ശിവാലയ ഓട്ടത്തിൽ 8ാമതായി എത്തുന്ന ക്ഷേത്രമാണ് ഈ കാണുന്ന മേലാങ്കോട് ശിവക്ഷേത്രം. കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് സമീപമുള്ള മേലാങ്കോട് പ്രദേശത്തെ വളരെ പ്രത്യേകതയുള്ള ക്ഷേത്ര സമുച്ചയമാണിത്. പച്ചപ്പാർന്ന വയലുകൾക്കിടയിൽ വേളിമലയുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേക സങ്കല്പമുണ്ട്: കാലകാലൻ. മരണത്തിൻ്റെ ദേവനായ യമനെ പരാജയപ്പെടുത്തിയ ശിവന്റെ ഭാവമാണ് കാലകാലൻ. ഈ പേരിന് പിന്നിൽ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ശിവഭക്തനായ മാർക്കണ്ഡേയന് 16ാം വയസ്സിൽ മരണം സംഭവിക്കുമെന്നായിരുന്നു വിധി. എന്നാൽ മരണം അടുത്തെത്തിയപ്പോഴേക്കും മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ മുറുകെ പിടിച്ച് ശിവനെ ആരാധിച്ചു. മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ യമൻ അഥവാ കാലൻ പാശമെറിഞ്ഞപ്പോൾ ആ പാശം ശിവലിംഗത്തിലും പതിച്ചു. അപ്പോൾ ശിവൻ ലിംഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട് യമനെ നേരിട്ടു എന്നാണ് ഐതിഹ്യം. മാർക്കണ്ഡേയനെ രക്ഷിച്ച ആ കാലാന്തക സങ്കല്പമാണ് മേലാങ്കോട് ശിവക്ഷേത്രത്തിലെ കാലകാലൻ എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശിവൻ കാലകാലൻ എന്നറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിനകത്തുള്ള ഷൂട്ടിംഗ് നിരോധിച്ചിരിക്കുന്നതിനാലാണ് പുറമേയുള്ള കാഴ്ചകൾ മാത്രം കാണിക്കുന്നത്. ഇത്രയും പ്രത്യേകതകളുള്ള ശിവക്ഷേത്രത്തിന് തൊട്ടടുത്തായി മറ്റൊരു കൗതുകകരമായ വിശ്വാസ ലോകം കൂടി നമുക്ക് കാണാം. ഈ കാണുന്ന ശിവക്ഷേത്രത്തിൻ്റെയും മതിലിൻ്റെയും അങ്ങേ അറ്റത്തായി ഇടതുവശത്തായി കാണുന്നതാണ് ചേച്ചി ക്ഷേത്രം. പ്രാദേശിക വിശ്വാസങ്ങളിലും ഐതിഹ്യങ്ങളിലും ഈ ദേവതയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ചില വിവരങ്ങളിൽ ഇവിടുത്തെ ദേവതയെ ചേച്ചിയമ്മൻ, ചേട്ടത്തിയമ്മൻ, അക്കാളമ്മൻ തുടങ്ങിയ പേരുകളിലാണ് പരാമർശിച്ചിരിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ നിന്നും ചേച്ചിയമ്മൻ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ വഴിയുണ്ടെങ്കിലും നമുക്ക് ശിവക്ഷേത്രത്തിന് പുറത്തിറങ്ങി റോഡിൽ നിന്നുള്ള പ്രധാന വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടുത്തെ ആരാധനയ്ക്ക് പിന്നിലുള്ള കഥകൾ തലമുറകളിലൂടെ വായ്മൊഴിയായി കൈമാറി വന്നവയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രരേഖകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും നാട്ടുകാർ പറയുന്ന ഐതിഹ്യങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ കാണാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്: 3 ആരാധനാ കേന്ദ്രങ്ങളും ചേർന്ന് മേലാങ്കോടിന് മറ്റൊരു പ്രത്യേകത നൽകുന്നു. ഇവിടെ എത്തുന്ന ഒരാൾക്ക് ഒരു ക്ഷേത്ര ദർശനം മാത്രമല്ല ലഭിക്കുന്നത്, ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും പ്രകൃതിയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു അനുഭവമാണ് മേലാങ്കോട് നൽകുന്നത്. പ്രാദേശിക വിശ്വാസമനുസരിച്ച് ചേച്ചിയും തങ്കച്ചിയും സഹോദരിമാരായ യക്ഷികളായാണ് ആരാധിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. എന്നാലും ഇവിടെ ഒരു പ്രത്യേക വിശ്വാസം കൂടിയുണ്ട്. മൂത്ത സഹോദരിയെ പാർവതിയുടെ സങ്കല്പത്തിലും ഇളയ സഹോദരിയെ യക്ഷിയുടെ സങ്കല്പത്തിലുമാണ് ചിലർ ആരാധിക്കുന്നത്. തെക്കൻ കേരളത്തിലും കന്യാകുമാരി മേഖലയിലും പഴയ കാലം മുതൽ നിലനിന്നിരുന്ന യക്ഷി ആരാധനയുടെ ഒരു പ്രധാന അടയാളമായാണ് മേലാങ്കോട്ടെ ഈ 2 ക്ഷേത്രങ്ങളും കാണുന്നത്. പഴയ കാലത്തെ ജനവിശ്വാസങ്ങളിൽ യക്ഷികൾക്ക് മനുഷ്യരെ അനുഗ്രഹിക്കാനും അതേസമയം കോപിച്ചാൽ ദോഷം വരുത്താനും കഴിയുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ദേവതകളെ ഭക്തിയോടെയും ഭയഭക്തിയോടെയും ആരാധിക്കുകയും പ്രത്യേക വഴിപാടുകളിലൂടെ പ്രീതിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മേലാങ്കോട്ടെ ചേച്ചി തങ്കച്ചി ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഇതുപോലുള്ള പ്രാദേശിക യക്ഷി ആരാധനാ പാരമ്പര്യമാണ് തലമുറകളായി നിലനിൽക്കുന്നത്.
ഇവിടെ പ്രാദേശികമായി മേലാങ്കോട് യക്ഷി ആരാധനയെ ചെമ്പകവല്ലി എന്ന സ്ത്രീയുടെ കഥയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു ഐതിഹ്യം കാണുന്നത് ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് ചെമ്പകവല്ലി അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു എന്നാണ്. അവളുടെ ഭക്തിയും പതിവ്രതയും കണ്ട് ദേവതകൾ അനുഗ്രഹിക്കുകയും പിന്നീട് യക്ഷിയമ്മയായി അവതരിച്ച് ജനങ്ങളെ കാത്തുരക്ഷിക്കാനുള്ള വരം ലഭിക്കുകയും ചെയ്തു എന്നാണ് ആ കഥ. ഇത് തെക്കൻ പാട്ടുകളിലും വില്ലുപാട്ട് പാരമ്പര്യത്തിലും നിലനിൽക്കുന്ന ഒരു ജനകീയ ഐതിഹ്യമാണ്. ഇങ്ങനെയാണ് മേലാങ്കോട്ടെ ചേച്ചി തങ്കച്ചി ദേവതകളുടെ വിശ്വാസലോകം. ഒരു വശത്ത് ശിവാലയ ഓട്ടത്തിലെ 8ാമത്തെ ശിവക്ഷേത്രമായ കാലകാലൻ, മറുവശത്ത് തലമുറകളായി ആരാധിക്കപ്പെടുന്ന അക്ക തങ്കച്ചി യക്ഷി ദേവതകൾ. ഒരേ കുടുംബത്തിലെ 2 സഹോദരിമാരെ പോലെ ഇവിടുത്തെ ജനവിശ്വാസത്തിൽ ഇവർക്ക് സ്ഥാനമുണ്ട്. ശൈവ വിശ്വാസവും പുരാതന നാടോടി ദേവതാ ആരാധനയും ഒരേ പ്രദേശത്ത് ചേർന്ന് നിൽക്കുന്ന അപൂർവ കാഴ്ചയാണ് മേലാങ്കോട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ചരിത്രവും ഐതിഹ്യവും രണ്ടാണ്. ചരിത്രം രേഖകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നു. ഐതിഹ്യം മനുഷ്യരുടെ ഓർമ്മകളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും തലമുറകളിലേക്ക് സഞ്ചരിക്കുന്നു. ഇനി നേരെ ഇവിടുന്ന് ഒരു 100 മീറ്റർ മാറിയിട്ടാണ് തങ്കച്ചി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിലൂടെ മേലാങ്കോട്ടെ ചേച്ചിയുടെയും തങ്കച്ചിയുടെയും കഥയും തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് പിന്നിലെ ഓരോ കാര്യവും ഒരു നാടിൻ്റെ തലമുറകളായി കൈമാറി വന്ന വിശ്വാസത്തിൻ്റെ കഥയായി കാണുന്നതാണ് ഉചിതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങൾ എത്രമാത്രം ശക്തമായി ഒരു നാടിൻ്റെ സംസ്കാരത്തിൽ നിലനിൽക്കുന്നു എന്നതിന് മേലാങ്കോട് ഒരു ഉത്തമ ഉദാഹരണമാണ്. മേലാങ്കോട്ട് ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.